ഹലോ അങ്കിൾ, ഇത്ര വേഗത്തിൽ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ദാ ഇങ്ങോട്ട് നോക്ക്, ഞാൻ സിറ്റി സെന്ററിലേക്ക് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിന് വേണ്ടി പോവാ. എന്റെ കൂടെ ഒച്ചയുണ്ടാക്കാതെ വാ. അവിടെ നമുക്ക് രസകരമായ പല കാര്യങ്ങളും ഉണ്ടാവും. ഇത്തവണ എന്റെ ഇന്റർവ്യൂ മാത്രമേ ടിവിയിൽ വരാവൂ. എന്താ ഇപ്പൊ നടക്കാൻ പോകുന്നെന്ന് കണ്ടോ? പറയൂ മാഡം, ഞങ്ങൾക്കത് അറിയാനുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇന്റർവ്യൂവിന് ശേഷം മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നു. അതുവരെ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. ഇതാ ഞാൻ എത്തിപ്പോയി. നോക്കൂ ഡിറ്റക്റ്റീവ് രാജപ്പ, നിങ്ങൾ ഇങ്ങനെ മണ്ടത്തരം കാണിക്കുന്ന അറിയുന്നത് കൊണ്ട് ഞാൻ നേരത്തെ ഒരാളെ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. എന്ത്? അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയില്ല. അവരത് കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ, പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇല്ല, എന്റെ മനസ്സ് വേറെന്തൊക്കെയോ പറയുന്നുണ്ട്. കണ്ടോ, ഞാൻ സംശയിച്ചതെല്ലാം ശരിയാ. നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? മേയർ ഇന്റർവ്യൂ ചെയ്യാൻ എത്ര കാലമായി ഞാൻ കാത്തിരിക്കുന്നു. പക്ഷെ അത് എങ്ങനെ സംഭവിക്കുന്നു ഒരിക്കലും കരുതിയില്ല. എന്നാൽ മേയറിനെ ഈ കാര്യം മനസ്സിലായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ സമ്മതിക്കില്ലായിരുന്നു. ദാ ഇങ്ങോട്ട് നോക്ക്, ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമോ അറിയില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ എന്നെ എങ്ങനെ ചതിക്കുമെന്നുള്ള കാര്യം ഞാൻ ഓർത്തത് പോലുമില്ല. ഇതിനൊരു മറുപടി കൊടുത്തേ മതിയാവൂ. ഇപ്പൊ ന്യൂസ് ഉണ്ടാവും. ഓ, ഈ സിറ്റി മുഴുവനും എന്നെ അഭിനന്ദിക്കേണ്ട ഒരു സമയമായിരുന്നു ഇത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഭാഗ്യം തെന്നിമാറി പോയില്ലേ. പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സന്ദർഭം ഇതാ എത്തിക്കഴിഞ്ഞു. ഈ സിറ്റിയുടെ 100ാം വർഷ ആഘോഷവും മേയറുടെ ഇന്റർവ്യൂവും നമ്മളിപ്പോ നേരിട്ട് കാണാൻ പോകുന്നു. ഇത് കണ്ട് സന്തോഷിക്കൂ. വരൂ, പ്രോഗ്രാമിലേക്ക് പോകാം. ഈ ആഘോഷങ്ങളെല്ലാം വളരെ നല്ലതായിരിക്കണം. അതായത് കഴിഞ്ഞ വർഷം നടത്തിയതിനേക്കാൾ നല്ലതായിരിക്കണം. അതായത് ഇത് ഒരു പേജിൽ മാത്രം ഒതുക്കിക്കളയരുത്. ഈ സിറ്റിയുടെ പുരോഗമനവും വളർച്ചയും എല്ലാം പത്രത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ നാളെ രാവിലെ എല്ലാം കാണണം. അപ്പോഴാണ് എനിക്ക് സന്തോഷമാവുക. മേയർ പറഞ്ഞതുപോലെ സിറ്റിയുടെ ആഘോഷം എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുന്നു. ഈ പ്രാവശ്യം സീക്രട്ട് സെലിബ്രിറ്റിയോടെ ആഘോഷിക്കാൻ പോവുകയാണ്. ഈ സീക്രട്ട് സെലിബ്രിറ്റിയിൽ ആദ്യമായി പങ്കെടുക്കാൻ പോകുന്നത് ആരാണെന്ന് നിങ്ങൾ ഇപ്പോൾ കാണാൻ സിറ്റി മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്റെ അവസ്ഥ ഇത് കണ്ടില്ലേ? പുതിയ മേയറെ പറ്റി ആദ്യത്തെ പേജിൽ തന്നെ നീയല്ലേ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നു പറഞ്ഞിട്ട്. പക്ഷെ ഇതില് അതെ, അത് ഞാനല്ല. ഇത്തവണയും ആ സൈമൺ എന്നെ പറ്റിക്കെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചത് പോലുമില്ല. ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാ. അതെ. ശരി, ഇനി ഇത് കാണ്. ഇനി മുതൽ നമ്മൾ ഈ സിറ്റി പ്രോജക്റ്റുകളെല്ലാം, അതായത് ഇവിടെ നടക്കാൻ പോകുന്ന ഫെസ്റ്റിവൽ, അതിനുശേഷം ഇവിടെ നടക്കുന്ന വരവ് കണക്കുകള്, ഇതിനുവേണ്ടി എല്ലാവരും നല്ലപോലെ ചെലവാക്കുന്നുണ്ട്. ഇത് കേൾക്കാൻ സന്തോഷമുള്ളതാണെങ്കിലും നമ്മൾ വളരെയധികം ആലോചിക്കേണ്ട കാര്യം. ഇതെല്ലാം എനിക്ക് മനസ്സിലായി. പക്ഷെ വരുന്ന മേയർ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാ ചോദ്യങ്ങളും തയ്യാറാക്കി വെച്ചതാ. പക്ഷെ അത് എല്ലാം വേസ്റ്റ് ആയി പോയില്ലേ. എനിക്ക് തോന്നുന്നത് നമ്മളറിയാതെ നമ്മൾ ആരോ ഈ ഓഫീസിൽ വാച്ച് ചെയ്യുന്നുണ്ടെന്നോ. അതാരാണെന്നുള്ളത് ഞാൻ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം. പക്ഷേ ഇതിന്റെ അകത്ത് കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആരോ ഒരാൾ ഈ ഓഫീസിനകത്ത് കയറുണ്ട്. ഞാൻ തീർച്ചയായും കണ്ടുപിടിക്കും. ഈ സമയത്ത് നമ്മൾ ഒരു നുഴഞ്ഞുകയറ്റക്കാരനെ പോലെ പെരുമാറണം. ഞാൻ ആലോചിക്കുന്നു ആ സ്പൈ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന്. എനിക്കെന്തോ ഇങ്ങനെ നടക്കാൻ യാതൊരു സാധ്യതയില്ലെന്നാ തോന്നുന്നത്. അതൊരിക്കലും സംഭവിക്കില്ല. ഇത് നോക്ക്, ഇതിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഇത് ഒരു വലിയ കാര്യം തന്നെയാ. ഞാനിപ്പോ എന്താ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോളൂ. ഇനി മുതൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനാണ് ഈ ഓഫീസിന്റെ സെക്യൂരിറ്റി. ക്യാപ്പ് മാറിപ്പോയി. ഇപ്പൊ നോക്കിക്കോളൂ. എവിടെ എവിടെ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? എവിടെയാണ്? ഇവിടെയുണ്ടോ? എന്റെ കമ്പ്യൂട്ടർ. നിങ്ങൾ പേടിക്കണ്ട, ഇത് ഞാൻ പൊട്ടിച്ചില്ല. വേണ്ട, ഞാൻ പറയുന്ന കേൾക്ക്. ഞാൻ പറയുന്ന കേൾക്ക്. ഇത് നോക്ക്, എനിക്ക് ഇപ്പോഴാണ് ഒരു സത്യം മനസ്സിലായത്. ഈ ഓഫീസിൽ പുറത്തുനിന്ന് ആരും കയറിയിട്ടില്ല. നിക്ക്, ഇതുപോലുള്ള പെട്ടികളെല്ലാം സൂക്ഷിച്ചു തുറക്കണം. നിന്നെ സമ്മതിക്കണം. ഞാൻ ഇനി വേറെ രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഒരു പ്രശ്നവും ഇല്ല. മാത്രമല്ല നിങ്ങൾക്കൊരു അപകടവും സംഭവിച്ചില്ല. ഞാൻ നിങ്ങൾക്കൊരു സെൽഫോൺ അയച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഫോണിൽ വിളിച്ച് സംസാരിക്കാം. ബൈ.
നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചാലേ ന്യൂസ് പുറത്തു പോവുള്ളൂ. ഏയ്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന് കരുതിട്ട് ഇപ്പൊ എല്ലാം നശിപ്പിച്ചില്ലേ? ആരായിരിക്കും കൊണ്ടുവന്ന് വെച്ചത്? ആ? അവനെ കെട്ടിടം വിട്ട് പുറത്തു പോകാൻ വഴിയില്ല. വാ. എന്തെങ്കിലും അടയാളം കിട്ടിയോ? ഇല്ല. ഇതാ കിട്ടി. ആ? എന്താ അത്? ചോക്ലേറ്റിന്റെ കവർ ആരോ തിന്നിട്ടിട്ടതാ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാ. രണ്ടുപേരും വേഗം ഇങ്ങോട്ട് പോ. ദേ ഇത് കണ്ടോ? അത് അവൻ തന്നെയാ. അവന് പിടിക്കേ. നമുക്ക് അവനെ എത്ര പെട്ടെന്ന് പിടിക്കാൻ പറ്റും? അവൻ എന്ത് വേഗത്തിലാ ഡ്രൈവ് ചെയ്ത് പോകുന്നെന്ന് നോക്കിയേ. നമുക്ക് അവനെക്കാളും വേഗത്തിൽ പോയി പിടിക്കാമല്ലോ. ഇല്ലില്ല, വേഗത്തിൽ പോകുന്ന അത്ര നല്ല കാര്യമല്ല. സോറി, ഇതിൽ രണ്ടുപേർക്ക് മാത്രമേ പോകാൻ പറ്റൂ. നോൺസെൻസ്. ആരാ പറഞ്ഞത്? ഇപ്പൊ നോക്കിക്കേ. വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു, പക്ഷെ അത് ഇങ്ങനെയാവെന്ന് പറഞ്ഞില്ലല്ലോ. രക്ഷപ്പെട്ടു പോയവൻ ഇതിലെ പോകാനാ വഴി. പോ, വലതു ഭാഗത്തേക്ക് പോ. പോകാൻ പറ്റില്ല. എന്നെ കൊണ്ട് കഴിയില്ല. എനിക്ക് പോകാൻ കഴിയില്ല. കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. നമ്മൾ പോകുന്ന റൂട്ട് ശരിയാണ്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് അവനെ പിടിക്കാൻ സാധിക്കും. ഇങ്ങോട്ട് തിരിക്കൂ. അയ്യോ, അല്ല, ഇപ്പുറത്തേക്ക്. ദാ പോരൂ. അയ്യോ, അത് കണ്ടോ? എനിക്ക് എന്താ ചെയ്യുന്നത് ഒരു പിടി കിട്ടുന്നില്ല. ലെഫ്റ്റ് എടുക്ക്. ഓ, ഒരു നിമിഷം കൊണ്ട് എന്റെ ജീവൻ പോയെന്നാ തോന്നിയേ. നമ്മളിപ്പോ വളരെയേറെ ശ്രദ്ധിക്കണം. അവൻ ആരാണ്, നമ്മളിൽ നിന്ന് അവൻ എന്താണ് വേണ്ടതെന്നൊന്നും നമുക്കറിയില്ല. വേഗം വരൂ. ഇതിനു ശേഷം എനിക്ക് ക്ഷമിക്കാനാവില്ല. വൗ, ഇത് അവര് തന്നെയാ. ഫേമസ് ആയ ഒരു ഗായികയാണ്. ഞാൻ കണ്ടു. പക്ഷെ നിങ്ങൾ എത്ര പെട്ടെന്ന് ഇവിടെ എത്തുന്ന ഞാൻ വിചാരിച്ചു പോലുമില്ല. അങ്കിൾ, ഞാനിവിടെ ഉണ്ട്. എന്നെ ഒന്ന് ഓ, പരിചയപ്പെടുത്തോ? പറയാൻ മറന്നു. ഇവനെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള. ഹായ്. ഇവൻ എന്റെ നല്ല കൂട്ടുകാരനാ. പുറത്തു നിൽക്കുമ്പോ ഇവിടെ കരച്ചിൽ ശബ്ദം കേട്ടു, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. അങ്ങനെയാണോ എന്റെ ശബ്ദമുള്ളത്? നിങ്ങളുടെ ശബ്ദം വളരെ നല്ലതാണ്, പക്ഷെ ഇനിയും ഫേമസ് ആയില്ലല്ലോ. നിങ്ങൾ എന്താ മത്സരത്തിൽ പങ്കെടുക്കാതിരുന്നത്? ഓ, അങ്ങനെ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അല്ല, എന്നോടെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ, എന്താണ്? ഞാൻ ആർക്കും അറിയാതെ സിറ്റിയിൽ നടക്കുന്ന ആഘോഷത്തിൽ പങ്കെടുക്കണം. നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ആയ്, നന്നായി. അത് സൂപ്പർ. ഈ കാര്യം വളരെ രഹസ്യമായിരിക്കണം. പക്ഷേ ഞങ്ങളെങ്ങനെ നിങ്ങളെ എന്റെ സഹായിക്കാം? വീടിന് ചുറ്റും എപ്പോഴും നോക്കിയാലും ഈ പത്രക്കാരാ. എന്നെ കൊണ്ട് ഒരു കാര്യം സ്വതന്ത്രമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ ഞാൻ എപ്പോഴാണെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുക. പക്ഷേ നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്. നിങ്ങൾ എന്നെ പുറത്തേക്ക് കരുതലോടെ കൊണ്ടുപോകുമെന്ന് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. എനിക്ക് ആഘോഷത്തിൽ പങ്കെടുക്കണം. എന്നെ സഹായിക്കാവോ? ആ, ഒരു ഫ്രണ്ടിന് വേണ്ടി ഇതുപോലെ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ? നിങ്ങൾക്ക് എന്നെ നന്നായി വിശ്വസിക്കാം. എന്നെയും. പത്രക്കാരും ടി വിക്കാരും എല്ലാം വീട് വളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അവരുടെ ശ്രദ്ധ തിരികെ, ഞങ്ങൾ പിൻവഴിയിലൂടെ പൊക്കോളാം. അങ്കിൾ, ഇതിന് രണ്ടുപേരല്ലേ യാത്ര ചെയ്യാൻ പറ്റൂ? 3 പേരെ എങ്ങനെ പോകുന്നത്? ദാ വണ്ടി നിർത്ത. ഇവിടെ നടക്കുന്ന ആഘോഷത്തിൽ ഞാൻ പങ്കെടുക്കണം. ഞാൻ തന്നെ ജയിക്കണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എല്ലാവരും പ്രവർത്തിക്കണം. അതല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പാടില്ല. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ വന്ന് എന്നെ അറിയിക്കണം. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. ഓ, ഇത് എന്റെ കാലിനെ വളരെ ഭംഗിയാക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? പക്ഷേ ഇതെനിക്കൊട്ടും ഇഷ്ടായില്ല.
ഓക്കെ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ സഞ്ജയ് ആരുടെയാണെന്ന് കണ്ടുപിടിക്കാം. അവനെ കണ്ടിട്ട് എനിക്കൊരു സംശയം തോന്നുന്നുണ്ടല്ലോ. ആദ്യമായിട്ട് അത് അവനോ അവളോ? എനിക്കാകെ ഡൗട്ടാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇതിൽ ചാടിപ്പോയി നോക്കിയാലോ? ഓ, മഴയിൽ മേക്കപ്പ് എല്ലാം പോകുമ്പോൾ ആരാണെന്ന് തന്നെ മനസ്സിലാവും. എന്നോട് ക്ഷമിക്കണം, ഇത്രയും സുരക്ഷിതമായി മറ്റൊരു വഴി ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തത്. ഓ, ഇത് സാലിയുടെ കാറാണല്ലോ. അവൾക്ക് ഇവിടെ എന്താ കാര്യം? നിങ്ങൾ എന്നെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണോ? എന്റെ ഓഫീസിലേക്ക് തന്നെയാ കൂട്ടിക്കൊണ്ട് പോകുന്നത്. കാരണം നിങ്ങൾ ഹോട്ടലിലേക്ക് പോകണമെങ്കിൽ നിങ്ങളെ ചലഞ്ച് ചെയ്യാൻ അവിടെ ഒരുപാട് പേരുണ്ടാവും. ഓ, എല്ലായിടത്തും ആളുകളുണ്ടല്ലോ. എന്താ ചെയ്യാ, ഇവരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിട്ടേ മതിയാവൂ. ഇവരെ നോക്കാനായിട്ട് ശരിക്കുള്ള ഒരാൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അദ്ദേഹം എവിടെയാണ് നോക്കാം. എന്താ ലിറ്റിൽ ബിയർ, ഞാൻ ഇവിടെ തന്നെയാണ് ഉള്ളത്. നിങ്ങൾ പറഞ്ഞാൽ ആ സമയം കൊണ്ട് തന്നെ ഞാൻ അവിടെ എത്തും. ട്രാപ്പോ? നീ ഇപ്പൊ ട്രാപ്പിനാണോ ഫോൺ ചെയ്തത്? അവനെങ്ങാനും ഇത് അറിഞ്ഞാൽ നോട്ടീസ് അടിച്ച പോലെയാകും. അത് പിന്നെ ശരി, അവനെ വിശ്വസിക്കാം. ഇപ്പോ മാത്രം ട്രാപ്പ് വരാൻ ഇനി എത്ര സമയം എടുക്കും? അവനെങ്ങനെ വൈകുന്നത് കാണുമ്പോ അവനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുന്ന തോന്നുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, ഈ സിറ്റിയിലുള്ള എല്ലാവർക്കും വേണ്ടി ഒരു പ്രത്യേക അറിയിപ്പ്. എന്താ ഇത്? അയ്യോ, ഇതെന്തായി വരുന്നത്? അയ്യോ, എനിക്കത് മനസ്സിലാവുന്നില്ല. അയ്യോ, ഇതെന്ത് സാധനം ഇത്? അയ്യോ, ആരാണ് എന്റെ കൂടെ ആകാശത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നത്? വരൂ, 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 ആകാശത്തേക്ക്. എന്തോ ഒരു കശപിശ ഉണ്ടല്ലോ. ശരി ശരി, നിന്റെ ആ ജോലി മതിയാക്കിട്ട് വരൂ. ഞാൻ വേഗം എത്തിയില്ലെങ്കിലേ എന്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞു പോവും. വേഗം വാ. ഏയ്, സൂക്ഷിക്ക്, നിന്റെ അഴുക്ക് കാലം എന്റെ കാറിൽ തുടരുത്. മര്യാദയ്ക്ക് ആ ഷൂ വലിച്ചെറിഞ്ഞിട്ട് കാറിൽ കയറ്. ഓ, നിങ്ങൾ വളരെ കലക്കി, വിശ്വസിക്കാനാവുന്നില്ല. അതെ അതെ, ശരിക്കും ഞാൻ കലക്കിയല്ലേ. അല്ല, നമുക്കത് സംഭവിക്കാൻ നോക്കാം, വാ. വ്യത്യസ്തമായി നിങ്ങളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. ഓ മേയർ, ഞാൻ ഏലിയൻ നിങ്ങളെ പ്രശംസിക്കാൻ വന്നതാണ്. എന്റെ പ്രശംസ നിങ്ങൾ സ്വീകരിച്ചാലും നിങ്ങളുടെ പേര് ലോകം മുഴുവൻ അറിയും. എന്റെ വിജയാശംസകൾ. ഓ ഓ, ഒരുപാട് പ്രശംസിക്കുന്നു. ഈ സിറ്റിയുടെ കീ നിങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കാൻ പോവുകയാണ്. അത് വേണ്ട എന്ന് പറയരുത്. അതായത് ഈ സിറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത് സ്വീകരിക്കണം. ഇതെന്റെ വീടിന്റെ ചാവി, പിന്നെ ഇതെന്റെ കാറിന്റെ ചാവി. ഇതെല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അവസാനം വരെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മുതൽ നിങ്ങളാണ് ഈ സിറ്റിയുടെ വഴികാട്ടിയായിരിക്കേണ്ടത്. സിറ്റിയുടെ വഴികാട്ടിയോ? നന്നായി. ഹായ്, ഈ സിറ്റിയുടെ വഴികാട്ടി, ഈ സിറ്റിയുടെ വഴികാട്ടി, ഈ സിറ്റിയുടെ വഴികാട്ടിയാണ്. നന്നായിട്ടുണ്ടല്ലോ. ഈ പ്ലാൻ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. പ്രതീക്ഷേനേക്കാൾ നന്നാവുന്നുണ്ട്. ആഘോഷങ്ങൾക്കിടയിൽ ഒരു ഫ്ലാഷ് ന്യൂസ്. സ്പെഷ്യൽ കാലി നിങ്ങളോട് ഒരു സ്പെഷ്യൽ ന്യൂസ് പറയാൻ പോവുകയാണ്. ഏലിയനെ കുറിച്ചുള്ള ന്യൂസാണ് ഇപ്പൊ പുതിയ ന്യൂസ്. ജനങ്ങൾ ഇക്കാര്യത്തിൽ വളരെ ആകാംക്ഷഭരിതരാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെയുള്ള സീക്രട്സ് എല്ലാം ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഏത് സമയത്തും ന്യൂസിന് വേണ്ടി കാത്തു നിൽക്കുക. അവളെല്ലാം കലക്കി കളഞ്ഞു. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഓ, വളരെ നന്നായിട്ടുണ്ട്. ഇനി എന്താ വേറെ ഉള്ളത്? ഒന്ന് മാറ്, ഒന്ന് വഴുതാ, മാറുക. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ട്രാപ്പ്, നമ്മുടെ ഓഫീസിലുള്ള ഒരു ഫയൽ വീണ്ടും കാണാതായിരിക്കും. ട്രാബ് എന്നാണല്ലോ വിളിക്കുന്നത്. ശരിക്കും ഇവൻ ആരായിരിക്കും? ഏയ്, ഇവൻ ഒരു ഏലിയൻ ഒന്നുമല്ല. നമ്മളെ ചതിക്കാൻ ശ്രമിക്കുകയാണ്. ആരാണ് നീ? എന്താ? ഈ സിറ്റിയുടെ കീ നിന്റെ കയ്യിൽ ഇരിക്കാൻ പാടില്ല. ഈ സിറ്റിയുടെ വഴികാട്ടിയായി നീ ഇനി ആവശ്യമില്ല. പോ. ശരി, എന്താ കാര്യം എന്ന് പറയ്. ഞാനൊരു കാര്യം പറയാം, അത് കേൾക്കാനുള്ള സമയം ഇല്ല ഇപ്പോ. അതുകൊണ്ട് നമുക്കിപ്പോ ഇതിൽ കയറി ഒളിച്ചതുകൊണ്ട് നമ്മളെ ആർക്കും പിടിക്കാൻ കഴിയില്ല. ഓ, ഇനി എത്ര സമയം
വെച്ച് ഇങ്ങനെ ഇരിക്കോ? എനിക്ക് ഇതിന്റെ അകത്ത് ഇരിക്കാൻ ഇഷ്ടമാവുന്നില്ല. ഇത് നോക്ക് ഗൈസ്, എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. എന്റെ ശരീരത്തിൽ കുറെ നേരമേ എന്തോ മുട്ടുന്നുണ്ട്, അതെന്താണെന്ന് അറിയില്ല. അതിന് കുറെ കാലുകളുണ്ട്. ഒരു പ്രധാന വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇതുവരെ ജനങ്ങൾ വളരെ ആകാംക്ഷഭരിതരായി ആഘോഷിച്ചുകൊണ്ടിരുന്ന ഏലിയൻ വിഷയം ഡിറ്റക്റ്റീവ് രാജപ്പനും അദ്ദേഹത്തിന്റെ കസിനും കൂടി തെളിയിച്ചു. പല കാരണങ്ങൾ കൊണ്ടും നിർത്തിവെച്ച സീക്രട്ട് സെലിബ്രേറ്റ് ഇതാ ഉടനടി ആരംഭിക്കാൻ പോകുന്നു. വരൂ, പ്രോഗ്രാമിലേക്ക് പോകാം. ഓക്കേ, കട്ട്. സീക്രട്ട് സെലിബ്രേറ്റിനുള്ള പരിപാടികൾ നിങ്ങൾ തുടങ്ങിയോ ഇല്ലയോ? ഞാൻ ഏത് സമയത്ത് എങ്ങനെയാണ്, എന്താണ്, എപ്പോഴാണ് പറയുക എന്നറിയില്ല. അതുകൊണ്ട് നിങ്ങൾ വേണം ഏത് സമയത്ത് അലേർട്ടായിട്ടിരിക്കാൻ. ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നിരുന്നെങ്കിൽ ഇപ്പോ ആ ഗായിക ലംബോദരന്റെ ഓഫീസിലായിരിക്കും ഒളിച്ചിരിക്കുന്നത്. അവൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് എനിക്ക് അറിയിക്കേ. ആ, ജോലി കഴിഞ്ഞു. ഇനി ഇതുകൊണ്ട് ഇവിടെ മൂടി വെക്കാം. ഇപ്പൊ ഒരു സ്പൈക്ക് നമ്മുടെ ഓഫീസിനകത്തേക്ക് കടക്കാൻ സാധിക്കില്ല. എന്തായാലും കലക്കി ബെഞ്ചമിൻ. നിങ്ങൾ വിചാരിക്കുന്ന ജോലിയൊക്കെ എളുപ്പത്തിൽ ചെയ്തു തീർക്കുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച എന്റെ കാര്യം ഇതുവരെ നടപ്പിലായില്ല. ഇതാ വന്നു കഴിഞ്ഞു. സെക്യൂരിറ്റി സുരക്ഷിതമാക്കേണ്ട സമയമാണിപ്പോൾ. ഓ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അത്രയും പ്രശ്നമൊന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് യാതൊരു കാരണവശാലും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഓരോ മണിക്കൂറിനിടയ്ക്ക് ഈ മെഷീൻ ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ഈ സമയം മുതൽ. ഇപ്പോ നീ പുറത്ത് ആരെങ്കിലും കണ്ടോ? പറയാം. കുറെ നേരമായിട്ട് ഒരാൾ നമ്മളുടെ ബിൽഡിംഗിലേക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് കണ്ടതോടെ എന്റെ കൈയും കാലും വരച്ചുപോയി. നിങ്ങളെവിടെ വെച്ച് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. നിങ്ങൾക്ക് രാജ്യത്തുള്ള പേരും പ്രശസ്തിയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. ഓ, നന്നായി. ഇവിടെയുള്ളവർക്ക് അറിയില്ലല്ലോ. ദാ ഇങ്ങോട്ട് നോക്ക്. ഞാനിപ്പോ അവരെ വളരെ സീക്രട്ടായി കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഓ, നിങ്ങൾ ഞാൻ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഈ സന്തോഷമായ കാര്യം ഞാൻ എല്ലാവരോടും പറയാൻ പോവാ. നീ എവിടെയുള്ള? ഇത് വളരെ രഹസ്യമാണെന്ന് പറഞ്ഞില്ലേ, പുറത്ത് പറയാൻ പാടില്ല. എന്നാൽ എനിക്കൊരു ഐഡിയ തോന്നുന്നു. സീക്രട്ട് സെലിബ്രേറ്റ് ആഘോഷിക്കാനാണ് ഇവർ എത്തിയിരിക്കുന്നതെന്ന് എന്തുകൊണ്ട് പറഞ്ഞൂടാ? ശരിയാണല്ലോ, പറയാല്ലേ. പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. സാലി മാത്രം ഇത് അറിയാൻ പാടില്ല. അവളെങ്ങാനിത് അറിഞ്ഞാ എല്ലാ പ്രോഗ്രാമും കുളമാവും. അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഒന്ന് നോക്കിയാലോ? ചെയ്യാം, പക്ഷെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഏലിയൻ നാടകത്തെക്കാളും വ്യത്യാസമായിട്ട്. അതെ, പക്ഷേ ആ സമയം വിശ്വാസയോഗ്യമായിരിക്കണം. എനിക്കതിനൊരു ഐഡിയ കിട്ടി. ഓ, നമ്മളിവിടെ എത്ര നേരമായി കാത്തിരിക്കുന്നു. എല്ലാ മെമ്പേഴ്സും വരാന്ന് പറഞ്ഞിട്ട് അവരിനി എപ്പോഴാ വരാന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. മാഡം, ഉടനെ പത്രക്കാരെ ഇങ്ങോട്ട് അയക്കേ. ഇവിടെ ലംബോദരൻ അവന്റെ സഹായിയുമായി ഒരുപാട് മെമ്പേഴ്സിന് വേണ്ടി കാത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓ, അവിടെ എന്താണ് സംഭവിക്കണമെന്നൊന്ന് നോക്കി എന്നോട് വിവരം അറിയിക്കേ. ഓ, എന്നെ അറിയിക്കാതെ ഓരോ കാര്യങ്ങളും തീരുമാനിച്ച് എന്നെ തോപ്പിക്കാമെന്നാണ് വിചാരം. നമ്മുടെ പദ്ധതി പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ സാലി അറിയാതെ സീക്രട്ട് സെലിബ്രേറ്റ് ആഘോഷിച്ച് കടന്നു കളയാമെന്ന് ആരും വിചാരിക്കണ്ട. ഇപ്പോ ഈ സീക്രട്ട് സെലിബ്രേറ്റ് സാലി പറഞ്ഞ പോലെ ഉടനെ ആരംഭിക്കുന്നതാണ്. ലോണ ലിംബക്കോ എന്ന പ്രശസ്ത ഗായിക ഇതാ ഇവിടെ എത്താൻ പോകുന്നു. ലോറ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സെലിബ്രേറ്റിയിൽ പങ്കെടുക്കാനായിട്ട് തോന്നിയത്? സന്തോഷം ഉണ്ടാക്കുന്ന എന്ത് കാര്യമായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എപ്പോഴും സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓടി വരും ഞാൻ, ആവശ്യമെങ്കിൽ ചാടി വരും ഞാൻ, വേണ്ടി വന്നാൽ പറന്നു വരും ഞാൻ. നീ പാടേണ്ട ആവശ്യമില്ല. മര്യാദയ്ക്ക് എന്നെ മൈക്ക് തിരിച്ചു തരൂ. മേയർ സർ, ഈ സീക്രട്ട് സെലിബ്രിറ്റി ഒരു പ്രോഗ്രാം ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെ സഹായിച്ച 2 പേരോട് ഞാൻ വളരെ നന്ദി പ്രകടിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്. ഇതുപോലുള്ള സേവനം ഈ സിറ്റിക്ക് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് അന്ന് നടന്ന ആ ഏലിയൻ പ്രശ്നം ഞാൻ മറന്നു കളയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. താങ്ക് യു മിസ്റ്റർ മേയർ സർ. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല എങ്കിൽ എനിക്ക് പോയിട്ട് ഒരുപാട് ധൃതിയുണ്ട്. കുറെ സെലിബ്രിറ്റീസ് എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാ.
നിങ്ങൾ രണ്ടുപേർക്കും വളരെ നന്ദി. നിങ്ങളുടെ സഹായമില്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു മത്സരമാണ്. അതായത് സീക്രട്ട് മത്സരം ഇപ്പോൾ തന്നെ ആരംഭിക്കാൻ പോകുന്നു. ഇതാ ഉടനടി തുടങ്ങുകയാണ്. പിന്നെ ഒന്ന് കാണാം. ഇതാ എല്ലാവരും കണ്ടുകൊള്ളൂ. എന്റെ ജീവിതത്തിലെ വളരെ അത്ഭുതകരമായ അനുഭവമായിരുന്നു. പാടുക എന്നത് എന്റെ പ്രാണനേക്കാളും അധികം ഞാൻ സ്നേഹിക്കുന്നതാണ്. അതിൽ മാത്രമാണ് എന്റെ സന്തോഷം. ഇപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഈ പ്രസിദ്ധ ഗായികയുടെ ഇന്റർവ്യൂ ആണ്. ഇനി അടുത്ത തവണ നമ്മൾ വീണ്ടും കാണുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങളുടെ സ്വന്തം രാജപ്പൻ. ഇത് തന്നെയാ നിങ്ങൾ പ്രതീക്ഷിച്ചത്. ഒരു കണക്കിന് നിങ്ങൾ കലക്കി. പക്ഷേ ഇതുവരെ ആ ചാരൻ ആരാണ് നമ്മൾ കണ്ടുപിടിച്ചില്ലല്ലോ. നന്നായി ഓർമ്മിപ്പിച്ചത്. ആ സെക്യൂരിറ്റി ക്യാമറ മൂലം നമുക്കിത് കണ്ടുപിടിക്കാനാവും. ആ സ്പൈ ഇപ്പോ നമ്മുടെ കയ്യിൽ വന്ന് കുടുങ്ങാൻ പോവുകയാണ്. ആരെന്റെ നോട്ട്സ് എല്ലാം എടുക്കുന്നത്? ഈ നോട്ട്സ് എല്ലാം കൊണ്ടുപോയി ആ സാലിക്ക് കൊടുത്തത് ആരാ? ആരാ സ്പൈ എന്ന് നമുക്ക് നോക്കാം. ഞാനോ? നിങ്ങളാണോ അവിടെ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഓ, ഇതുപോലെയാണ് എന്റെ നോട്ട്സ് എല്ലാം പുറത്തു പോകുന്നത്. നിങ്ങൾ എന്താ പറയുന്നത്? അതെന്താണെന്ന് ഞാൻ പറയാം. ഇത് സൂചിപ്പിക്കുന്നത് ആ സാലി എപ്പോഴും വേസ്റ്റ് ബോക്സിനടുത്ത് നിൽക്കാറുണ്ട്. ഞാൻ കീറി കളയുന്ന നോട്ട്സ് എല്ലാം വേസ്റ്റ് ബോക്സിലിടും. അവൾ അത് അവിടെ നിന്ന് എടുത്തോണ്ട് പോവുകയും ചെയ്യും. ഓ, ഇതുമൂലമാണ് അവൾക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടുന്നത്. അതെ, ഞാനും കണ്ടിട്ടുണ്ട് വേസ്റ്റ് പാത്രത്തിനടുത്ത് നിൽക്കുന്നത്. പക്ഷേ അകത്ത് വരുമെന്ന് ഞാൻ കരുതിയില്ല. ഓ, അപ്പൊ സ്പൈ എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഞാൻ തന്നെയാലേ. ഇതിൽ നിന്നെന്താ മനസ്സിലായെന്നറിയാമോ? എല്ലാം സംഭവിച്ച് നിങ്ങൾ ജയിലിൽ പോയി കിടക്കണം. എന്തോന്ന്? അങ്ങനെയൊന്നുമില്ല. ഇനി ഞാൻ ആവശ്യമില്ലാതെ പേപ്പറിൽ ഒന്നും എഴുതില്ല. ഇനി നമ്മുടെ ഓഫീസിൽ സെക്യൂരിറ്റി ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതല്ലേ? എന്താ നോക്കുന്നേ?